അപ്പോൾ BJP-യുടെ ആളിവിടെ പറയുകയാണ്, ഞങ്ങളുടെ നേതാക്കന്മാർ പലരെയും കാണും, RSS നേതാക്കന്മാർ പലരെയും കാണും, അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല, അതിലൊന്നും രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല, കോൺഗ്രസിൻ്റെ തന്നെ പലരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ. ഒന്നാമതായിട്ട് തന്നെ പറയാം, ഗോൾവാൾക്കറിൻ്റെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് മതേതര ജനാധിപത്യ കേരളവും മതസ്വാതന്ത്ര്യവും എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചൊരു സെമിനാർ സംഘടിപ്പിച്ചു. ആ സെമിനാറിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി എന്ന് പങ്കെടുത്ത ശ്രീ VD സതീശനാണ്. അല്ലാതെ RSS നേതാവിനെ കാണാൻ പോയതല്ല. ഞങ്ങള് RSS എന്നല്ല, ആര് വിളിക്കുന്ന സെമിനാറിലും കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഞങ്ങൾ പങ്കെടുക്കും. ഞങ്ങൾ കോൺഗ്രസിന്റെ ആശയം പറയും. അത് RSS ആവാൻ വേണ്ടിയിട്ടല്ല, RSSമായി ബന്ധപ്പെട്ട് ബാന്ധവം തീർക്കാനല്ല. അത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് കുറെ ആയി ഇങ്ങനെ പറയുന്നതുകൊണ്ട് പറയണം കേട്ടോ. വെറുതെ കുത്തിരിപ്പുണ്ടാക്കണ്ട. VD സതീശൻ അങ്ങനെ നിങ്ങൾ കാണണ്ട, മനസ്സിലായില്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, BJP പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്തിനാ RSSന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ശ്രീ സുദർശൻ ADGPയുമായി നിങ്ങൾ കൂടിക്കാഴ്ച അന്നേ ദിവസം നടത്തിയിട്ടുണ്ടോ, ഹൊസബല കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ ഇല്ല എന്ന് കള്ളം പറഞ്ഞതിനാ? എന്തായിരുന്നു മറച്ചു വെക്കാൻ കാരണം? വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഞങ്ങളുടെ ADGP ശ്രീ MR അജിത് കുമാർ RSS ആണ്. അദ്ദേഹം RSSന്റെ നേതാക്കന്മാരുമായിട്ട് ദീർഘകാലമായിട്ട് വ്യക്തിപരമായി ബന്ധമുള്ള ആളാണ്. അദ്ദേഹം തന്നെ RSS ആണ്. അദ്ദേഹത്തിന് RSSന്റെ മേധാവിയെ കാണുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? യൂണിഫോം ഒക്കെ മാറ്റിയിട്ട് ഔദ്യോഗിക വാഹനം ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വന്ന് കണ്ടു. അദ്ദേഹം RSS ആണെന്നേ എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് പ്രശ്നം വരും. എന്താ കാര്യം? RSSമായിട്ട് വ്യക്തിപരമായിട്ട് വല്ലാത്ത അടുപ്പം പുലർത്തുന്ന RSSന്റെ രണ്ടാമനെ ചെന്ന് കാണുന്ന ആളിനെ ADGPയായി ക്രമസമാധാന നിലയിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നതിന്റെ പുറകിൽ RSSന്റെ സ്ലീപ്പർ സെല്ലാണ്, RSSുമായി ചർച്ച ചെയ്തിട്ടാണ് എന്നുള്ളത് പിണറായി വിജയനെതിരായിട്ട് വരും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ RSS ബന്ധത്തെ സംബന്ധിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? പ്രശ്നം വളരെ ലളിതമാണ്. എന്താണ് കാര്യം? ഇവിടുത്തെ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര സഹായ സംഘമാണ് ഈ BJPയും CPMും. ഇവിടെ ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം ഉൾപ്പെടെ കലക്കി കൊടുത്തു, ഒരു തൃശ്ശൂരിൽ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു. 50,000 വോട്ടുകൾ മറ്റു പല മണ്ഡലങ്ങളിൽ നിന്നും വിലപ്പറ്റ് വാടക ചീട്ട് വാങ്ങി അവിടെ തൃശ്ശൂർ മേയർ ശ്രീ വർഗീസിനെ കൊണ്ട് വെപ്പിച്ചു കൊടുത്തു ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ കൺസേൺ ഇതാണ്, ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതൊരു പരസ്പര സഹായ സംഘമാണ്. കൊടകരയിൽ കുഴൽപ്പണം ഇടപാട് വന്നു, അത് കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് തൃശ്ശൂരിലെ കർത്ത കൊണ്ടുവന്ന് ആലപ്പുഴക്കാരൻ കർത്ത തൃശ്ശൂരിലെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ പിടിക്കപ്പെട്ടതാണ്. ഒരെണ്ണം സേലത്തേക്ക് കൊണ്ടുവന്നു, ഒരെണ്ണം തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. കൊടകരയിൽ പിടിക്കപ്പെട്ടു. സുരേന്ദ്രന്റെ മകനുമായി 45-ൽ പരം കോളുകൾ കണ്ടെടുത്തു. ശാസ്ത്രീയ തെളിവുകളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്, ഫോൺ വിളി തെളിവുകളുണ്ട്. സുരേന്ദ്രന്റെ മകൻ പ്രതിയാകുന്നില്ല, സുരേന്ദ്രൻ പ്രതിയാകുന്നില്ല. അതൊരു പരസ്പര സഹായ സംഘമാണ്. പിണറായി വിജയനും ഈ ADGP കൂടി രക്ഷപ്പെടുത്തിയതാണ്. തൃശ്ശൂരിൽ പൂക്കൂടയ്ക്കകത്ത് പണം കടത്തുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥി കൊടുക്കാൻ പണം കൊടുത്തുമായി ബന്ധപ്പെട്ട് ഒരു അലിഗേഷൻ വന്നു, ആരോപണം വന്നു, കേസെടുത്തു. അറസ്റ്റ് തടഞ്ഞതാണ്, അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതാണ്, സുരേന്ദ്രനെ സഹായിച്ചതാണ്, പിണറായി സഹായിച്ചതാണ്, ഈ ADGP വെച്ച് സഹായിച്ചതാണ്. തിരിച്ചു മകളുടെ SFSന്റെ കേസ് വരുമ്പോൾ, മാസപ്പടിയുടെ കേസ് വരുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ വരുമ്പോൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുമ്പോൾ, ആ സ്വർണ്ണക്കടത്തും കസ്റ്റംസും EDയും എല്ലാം നോക്കി നിൽക്കവേ അന്വേഷണം ആവിയായി പോകുന്നതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനും RSS തമ്മിലുള്ള ഒരു അന്തർധാരയാണ്. ഇനി ഇവിടുത്തെ പ്രശ്നത്തിലേക്ക് വരാം. എന്താണ് കാര്യം? ഇവിടെ ഇപ്പോ പരസ്പര ചോദിക്കുന്ന മറു ചോദ്യം ഇതാണ്, ആ അന്വേഷണം ഈ പറഞ്ഞ പോലെ പരസ്പര സഹായം ഉണ്ടെങ്കിൽ അതിൽ എന്തിനാണ് ഒരു ADGPയുടെ ഇടനില? അതല്ലാതെ തന്നെ പറ്റില്ലേ എന്നുള്ളതാണ് ചോദ്യം. പറ്റില്ല. ഉദാഹരണം പറഞ്ഞുതരാം. അതിന്റെ ചോദ്യത്തിൽ സ്മൃതിക്ക് അങ്ങനെ ഒരു സംശയം ചോദിച്ചു. ശരിയാണ്, സ്വപ്ന ഇവിടെ നിന്ന് നാട് വിട്ടു പോവാണ്, സ്വപ്നയെ കടത്തുകയാണ് ശിവശങ്കരൻ. ആര് വഴിയാ കടത്തിയത്? ഇവിടെ ഞാനും സ്മൃതിയും ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ 3 മാസക്കാലത്തോളം വീട്ടിനകത്ത് കോവിഡായിട്ട് ഇരിക്കുമ്പോൾ സ്വപ്ന മാത്രം എല്ലാ ട്രാഫിക് ചെക്ക് പോസ്റ്റുകളിലൂടെയും സുഗമമായി കടന്നുപോയി. ആര് കടത്തി? ADGP കടത്തി. എങ്ങോട്ട് കടത്തി? കനകപുരിയിലേക്ക് കടത്തി. എന്തിനാ കടത്തിയത്? കടത്തിയതിന്റെ പുറകിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, എന്താണ്, യാഷ്കിരനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നപ്പോൾ ഈ ADGP 43 വാട്സപ്പ് കോളുകൾ യാഷ്കിരനുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് വിളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനാ യാഷ്കിരനെ വിളിച്ചു? സ്വപ്നയുമായി ഇടയ്ക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന് ആരോപണം ഉന്നയിക്കപ്പെടുന്ന വ്യാപാരിയുമായിട്ട് എന്തിനാ ഒരു ഒത്തുതീർപ്പ് ചർച്ച ADGPക്ക്?
വളരെ ക്ലിയർ അല്ലേ? സ്വപ്നയെ കടത്തിയത്, സ്വപ്നയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുക്കേണ്ടത് പിണറായി വിജയന്റെ ആവശ്യമായിരുന്നു. പിണറായി വിജയന്റെ കൃത്യമായ രാഷ്ട്രീയ ഉപകരണമായിരുന്നു ഈ ADGP. ഏത് കേസിൽ? സ്വർണ്ണക്കടത്ത് കേസിൽ. ഏത് കേസിൽ? സ്വപ്നയുടെ കേസിൽ. ആ സ്വപ്നയുടെ കേസ് പോലെ തന്നെയാണ് പിണറായി വിജയന്റെ മറ്റു ചില കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാധ്യമമായി, ഏജന്റായിട്ടാണ് ഈ ADGP പ്രവർത്തിച്ചത്. ആർക്കാ മനസ്സിലാവാത്തത്? അത് വളരെ കൃത്യമല്ലേ? നേരത്തെ യാഷ്കിനുമായി ബന്ധപ്പെട്ട് 43 വാട്സപ്പ് കോളുകളിലൂടെ പിണറായി വിജയനെയും സ്വപ്നയെയും ശിവശങ്കറിനെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഇതേ പിന്നെ അജിത് കുമാർ ഇതിൽ ഇടപെട്ടിരിക്കുന്നത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു തരാം, അത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ദൗത്യവുമായിട്ടാണ്. ഒരു സുപ്രഭാതത്തിൽ പോയി ഹൊസബലയെ കണ്ടതല്ല. അതിനുശേഷം കോവളത്തെ പഞ്ചനക്ഷത്ര കോടത്തിൽ രാമാധവനെയും കണ്ടതിന്റെ പുറകിൽ അല്ലെങ്കിൽ ഒരു ഏറ്റക്കാര് BJPയുടെ സ്മൃതി ചോദിക്ക്, എന്താ ഇത്രയേറെ ആരോപണങ്ങൾ ADGPക്കെതിരെ വന്നു? ഒന്ന് സ്വർണ്ണക്കടത്താണ്, അത് കസ്റ്റംസുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് അനധികൃത സ്വത്ത് സമ്പാദ്യമാണ്. ഒന്ന് കൊലപാതകമാണ്. ഒന്ന് ഫോൺ ചോർത്തലാണ്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. എവിടെ നിങ്ങളുടെ ED? എവിടെ നിങ്ങളുടെ CBI? ഒരു വാറോൽ അല്ലെങ്കിൽ ഒരു ഊമക്കത്ത് ആരെങ്കിലും അയച്ചാൽ ഉടനെ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കുമല്ലോ. നിങ്ങളുടെ ED മുഖ്യമന്ത്രിമാരുടെ വീടുകളിലേക്ക് മുഖ്യമന്ത്രിമാരുടെ മകളെ പോവല്ലോ. ഗവർണറും റിപ്പോർട്ട് തേടിയിരിക്കുന്നു. BRM ഷഫീർ, എവിടെ നിങ്ങളുടെ CBI? എന്താണ്? ഗവർണറും റിപ്പോർട്ട് തേടിയിരിക്കുന്നു മുഖ്യമന്ത്രിയോട്. ഗവർണർ അല്ലല്ലോ ED. അത് ഗവർണർ. സ്മൃതി തെറ്റിപ്പിക്കേണ്ട, സ്മൃതി അതിനെ വഴിതിരിച്ചു വിടരുത്. ഗവർണർ ഭരണഘടനാതീതമായ ഭരണഘടനാ സ്ഥാപനമാണ്. അദ്ദേഹം അത് ചോദിക്കും, അത് വേറെയാണ്. എന്റെ ചോദ്യം, എവിടെ കേന്ദ്ര സർക്കാർ വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന BJP ഈ വിഷയത്തിൽ ED വരുമെന്ന ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞതായി കണ്ടില്ല. മുഖ്യമന്ത്രിയെ പിടിച്ചു. Debate with Smriti Parthikad.